ഹേ ഗായ്സ്, ബിഞ്ച് വിത്ത് മീയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എക്സ്പെൻസീവ് കാർസ് കണ്ടിട്ട് ലിറ്ററലി ദേഷ്യത്തിൽ പൊട്ടിത്തെറിക്കുന്ന ആളുകളെയാണ്. പക്ഷേ അവസാനം വരെ കാണണം. കാരണം ഒരാൾ ഒരു കാറിന് നേരെ കല്ലെറിയും, അതിനുശേഷം സീൻ ഫുൾ ക്രേസിയായി മാറും. ആദ്യ ക്ലിപ്പിൽ ഒരു ലംബോർഗിനി വളരെ ലൗഡായിരുന്നു. അത് കേട്ട് ഒരു റാൻഡം ഗൈക്ക് നല്ല ദേഷ്യം വന്നു. അവൻ എന്ത് ചെയ്തു എന്നറിയാമോ? ഒരു കല്ലെടുത്ത് നേരെ ലംബോർഗിനിക്ക് എറിഞ്ഞു. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാർ ലൗഡാണെന്ന് പറഞ്ഞ് മറ്റൊരാളുടെ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യുന്നത് റോങ് ആണ്. ഇങ്ങനെ ക്രേസി കാർ മൊമെന്റ്സ് ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ബിഞ്ച് വിത്ത് മീ സബ്സ്ക്രൈബ് ചെയ്യും. കാരണം ഇതിലും ഇൻസെയിൻ ക്ലിപ്സ് ഇനി വരാനുണ്ട്. അടുത്തത് ഒരു ലേഡി യെല്ലോ ഫെറാറി ഓടിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരോ ആ കാറിന് നേരെ എഗ്ഗ് എറിഞ്ഞത്. എഗ്ഗ് കാറിൽ പൊട്ടി ഫുൾ സ്പ്ലാറ്റായി. ഫണ്ണി കാര്യം എന്താണെന്നാൽ കാർ വളരെ സ്ലോലി ക്വയറ്റ്ലി ആയിരുന്നു പോകുന്നത്. അപ്പോൾ അവരെന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് തന്നെ മനസ്സിലാകുന്നില്ല. അടുത്ത ക്ലിപ്പിൽ ഒരു സൈക്ലിസ്റ്റ് ലംബോർഗിനിയുടെ മുന്നിൽ കയറി റോഡ് ബ്ലോക്ക് ചെയ്യുന്നു. ഡ്രൈവറിന് ദേഷ്യം വന്ന് എഞ്ചിൻ റെവ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടാൽ ആരും അനോയ്ഡ് ആവും. പക്ഷേ ബൈക്കർ ലിറ്ററലി റോഡിന്റെ നടുവിൽ നിന്നതിനാൽ ലാംബോ മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ഇതുവരെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഒരു ലൈക്ക് അടിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് ബിഞ്ച് വിത്ത് മീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റൊരു ക്ലിപ്പിൽ ലാംബോർഗിനി ലൗഡായി റെവ് ചെയ്തപ്പോൾ ഒരു ലേഡി തന്റെ കോഫി മുഴുവൻ കാറിൽ ഒഴിച്ചു. ഇത് വളരെ റിസ്കിയാണ്. കാരണം കാറിൽ നിന്ന് ആരാണ് പുറത്തിറങ്ങുന്നത് എന്ന് നമുക്കറിയില്ല. അടുത്തത് കുറച്ച് സീരിയസ് ആണ്. ഒരു എക്സ്പെൻസീവ് കാർ സ്റ്റോപ്പ് സൈൻ കടന്നു പോകുമ്പോൾ ഒരു സ്കേറ്റ് ബോർഡറിന്റെ അടുത്തേക്ക് വരുന്നു. സ്കേറ്ററിന് ദേഷ്യം വന്ന് തന്റെ സ്കേറ്റ് ബോർഡ് എടുത്ത് കാർ വിൻഡോ അടിച്ചു പൊട്ടിക്കുന്നു. ഇവിടെ രണ്ടുപേരും ഓവറായി. ഇനി നെക്സ്റ്റ് ക്ലിപ്പിൽ ഒരു ബിഗ് ട്രക്ക് ഡ്രൈവർ മറ്റൊരു കാറിനോട്ട് ഫുൾ റേജ് മോഡിൽ പോകുന്നു. അവൻ കാർ വിൻഡോ ബ്രേക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. പക്ഷെ ഫണ്ണി പാർട്ട് എന്താണെന്നാൽ